ഹലോ ഗൈസ്, പണിയെടുത്താൽ തീരുന്നേ ഇല്ല എന്നുള്ളൊരവസ്ഥ നിങ്ങൾക്ക് തോന്നാറുണ്ടോ? എത്ര നേരത്തെ എണീറ്റാലും എൻ്റെ പണി തീരാറേ ഇല്ല കേട്ടോ. നായ നടന്ന കാര്യമില്ല, നായ്ക്കിരിക്കാൻ നേരമില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ് കേട്ടോ എൻ്റെത്. എന്നാൽ എന്താ ഇത്ര വലിയ പണിയെന്ന് ചോദിച്ചാൽ കുഞ്ഞാപ്പിന് നാണം വരുന്നുണ്ടേ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എങ്ങോട്ടാണ് ഈ എഴുന്നള്ളത്തെന്ന് ചോദിച്ചാൽ അമ്മ കുറേ ദിവസമായിട്ടേ ചക്ക മൂത്ത് കിടക്കുന്നു, പറിക്കുന്നില്ലേ, വരുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ളവർ ചക്ക കഴിക്കുന്നത് അവരുടെ മൂഡിനനുസരിച്ചാണ് കേട്ടോ. ചില സമയത്ത് ഉണ്ടാക്കി കൊടുത്താൽ നന്നായിട്ട് കഴിക്കും. അത് വിചാരിച്ച് അടുത്ത ടൈം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലോ ചിലപ്പോൾ തൊട്ട് നോക്കുപോലുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിനുവേണ്ടി മെനക്കെടാറുമില്ല. വാ കയറ്. പിന്നെ ഇന്ന് എന്തായാലും അതിന് വേണ്ടിയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അമ്മയ്ക്ക് കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടായിരിക്കുമല്ലോ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളിവിടെ എത്തിയിട്ടോ. അമ്മ ഇവിടെ മുറ്റത്ത് തന്നെ ഇരിക്കുന്നുണ്ടേ. തെറിപ്പിക്കല്ലേ, വെള്ളം ഒഴിക്കരുത്. ആര്? ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ. ഞാൻ ഇങ്ങോട്ട് വന്നല്ലേ. അത് ഇവനല്ലേ പറഞ്ഞേ? ആ ഇവനോട് പറഞ്ഞത്. ചക്ക പറിക്കണ്ടേ? നോക്കാം. ഓട്ടം പോയില്ലേ? നോക്കാം പൊന്തിക്കാൻ പറ്റുമോ. എന്നാ പഠിക്കാൻ പോ. നല്ല ഹൈറ്റിലാണ് ഗൈസ്. പോയാൽ അങ്ങ് പോവല്ലേ. അവിടെ നിന്നോളും. ഇവിടെ ഇതിനിങ്ങനെ കെട്ടിയേ അറിയോ? എനിക്കങ്ങനെ ചക്കയൊന്നും പറിച്ച് വലിയ എക്സ്പീരിയൻസ് ഇല്ല കേട്ടോ. നന്നായിട്ടുണ്ടാകുമ്പോൾ വന്നിട്ട് പറിച്ച് തരും. ഇന്നിപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണേ. മുക്കിയിട്ട് കാര്യമില്ല, വലിക്കണം. കിട്ടിയ അവസരം പാഴാക്കാതെ വസൂര് തന്നെ ട്രോളുവാണേ. കത്തിയുടെ കൊക്കയുടെ ചക്ക ഏതാ എന്നാ പറയുന്ന അമ്മമ്മേ? കത്തിക്ക് മൂർച്ച അധികമായതുകൊണ്ട് വലിച്ചിട്ടൊന്നും വരുന്നില്ല ഗൈസ്. ചക്ക കൂടെ വരാമോ? അങ്ങനെ അവസാനം ചക്ക വീണു. പക്ഷേ പതിവില്ലാതെ ചക്ക പറിക്കാൻ പോയപ്പോഴേ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ സംഭവിച്ചത് വേറൊന്നുമല്ല, കറണ്ടിന്റെ വയറുണ്ടായിരുന്നു അടിയിൽ. അതിന്റെ മേലേക്കാണ് ചക്ക വീണത്. അത് പൊട്ടി. അവസാനം KCB നാളെ വരേണ്ടി വന്നു കേട്ടോ ശരിയാക്കാൻ. ചക്ക പറിച്ച് കഴിഞ്ഞപ്പോഴേ 2 തേങ്ങ ഉണ്ട് തെങ്ങിന്റെ മേലെ വിളഞ്ഞു നിൽക്കുന്നു. അതൊന്ന് പറിച്ച് തരാമോന്ന് ചോദിച്ചു. അങ്ങനെ അതും പറിച്ചു. അത് പറിച്ചപ്പം ഭാഗ്യത്തിന് വേറൊന്നും പൊട്ടിയില്ല. ചക്കയും തേങ്ങയൊക്കെ പറിച്ച ശേഷം തോട്ടി യഥാസ്ഥാനത്ത് തിരിച്ചു കൊണ്ടുവച്ചിട്ട് വരുമ്പോഴേക്കൊണ്ട് അമ്മ ഇതേണ്ട ചക്ക പൊക്കിക്കൊണ്ട് വരും. നമ്മളെ കൊണ്ട് പറ്റുമൊന്നുകൂടെ ഇതൊക്കെ എന്ത്? ഒന്ന് ഞാനും പൊക്കിക്കൊണ്ട് വന്നേ. കാണുന്ന പോലെ അല്ല ഗൈസ്, നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ഒറ്റ വെട്ട് 2 തുണ്ടം എന്ന് പറയാൻ ആഗ്രഹം ഉണ്ടെങ്കിലും കുറെ വെട്ടിട്ടാട്ടോ അത് മുറിഞ്ഞത്. ഒറ്റ വെട്ടിന് മുറിയാൻ എനിക്ക് ചക്ക വെട്ടല്ലായിരുന്നല്ലോ പണി. പിന്നെ അവിടെ തന്നെ ഇരുന്ന് ചക്കയൊക്കെ വേഗം അപ്പം തന്നെ ചുളയാക്കി എടുത്തു കേട്ടോ. ചക്ക വേവിച്ചിട്ടാകുമ്പോൾ കുറച്ച് കൊണ്ടു തന്നാൽ മതി, എനിക്ക് ചക്ക വെക്കാനൊന്നും കഴിയില്ല എന്ന് പറഞ്ഞു അമ്മ. അങ്ങനെ ഞാൻ ചക്ക എടുത്തിട്ട് വീട്ടിലേക്ക് വന്നു. അങ്ങനെ ചക്ക റെഡിയായി ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് കൊടുക്കാനുള്ള ചക്ക എടുത്ത് പാത്രത്തിലാക്കി വെച്ചു കേട്ടോ. മുഴുവൻ ചക്കയും ഞാൻ വേവിച്ചിട്ടില്ല, ബാക്കി ഞാൻ എടുത്ത് കവറിൽ കെട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.